കഴിഞ്ഞ ദിവസം നടന്ന ഇടക്കാല ബജറ്റ് പ്രസംഗത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന്റെ പ്രധാന പ്രഖ്യാപനങ്ങളിലൊന്ന് വേഗത്തിലുള്ള ജനസംഖ്യാ വളർച്ചയും ജനസംഖ്യാപരമായ മാറ്റങ്ങളും മൂലമുണ്ടാക്കുന്ന വെല്ലുവിളികൾ പരിശോധിക്കാൻ ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കും എന്നതായിരുന്നു. ഈ വെല്ലുവിളികളെ നേരിടാനുള്ള ശുപാർശകൾ നൽകാൻ സമിതിയെ രൂപപ്പെടുത്തും. ജനസംഖ്യാ വളർച്ചയിൽ ഇന്ത്യ ചൈനയെ മറികടന്ന സാഹചര്യം കണക്കിലെടുത്ത് നടത്തിയ വളരെ നിഷ്കളങ്കമായൊരു പ്രസ്താവനയായി ഇതിനെ തള്ളിക്കളയാൻ സാധിക്കുമോ? രണ്ടായിരത്തി അവസാനമായി രാജ്യത്ത് സെൻസസ് നടന്നത്. 2020-ലും 2021-ലും 2 ഘട്ടങ്ങളിലായി നടക്കേണ്ടിയിരുന്ന സെൻസസ് അനിശ്ചിതകാലമായി നീട്ടിവെച്ചിരിക്കുകയാണ്. ജനസംഖ്യാ കണക്കെടുപ്പും ലോക്സഭാ സീറ്റുകളുടെ മണ്ഡല പുനർവിഭജനവും പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നടത്തൂ എന്നാണ് അമിത്ഷാ ലോക്സഭയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഏത് വർഷം നടക്കുമെന്ന് പറഞ്ഞിട്ടില്ല. സെൻസസിനോടൊപ്പം മണ്ഡല പുനർനിർണയവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വനിതാ സംവരണവുമെല്ലാം അനന്തമായി നീണ്ടുപോവുകയാണ്. 1881 ശേഷം 1 ദശാബ്ദം സെൻസസ് നടത്താതെ കടന്നു പോകുന്നത് ഇപ്പോഴാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കേന്ദ്രമന്ത്രി പറയുന്ന വേഗത്തിലുള്ള ജനസംഖ്യാ വളർച്ചയെ സാധൂകരിക്കാനുള്ള കണക്കുകൾ ലഭ്യമല്ല. ഇന്ത്യ ഇപ്പോൾ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണെന്നുള്ളത് സത്യമാണെങ്കിലും നമ്മുടെ ജനസംഖ്യാ വളർച്ച ആശങ്കപ്പെടാവുന്നത്ര വേഗത്തിലാണോ എന്നത് വ്യക്തമല്ലെന്ന് സാരം. ഈ സാഹചര്യത്തിൽ തന്നെ 2020-ലെ ഏറ്റവും പുതിയ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് പറയുന്നത് രാജ്യത്തെ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് 2 കുറഞ്ഞു എന്നാണ്. ഒരമ്മക്ക് തൻ്റെ ജീവിതകാലത്ത് ഗർഭം നൽകാവുന്ന കുട്ടികളുടെ ശരാശരി എണ്ണമാണ് ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ്. ഏതാനും സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് 2ന് മുകളിൽ TFR ഉള്ളത്. 1950-ൽ 5.7 ആയിരുന്ന ഈ നിരക്കാണ് 2020-ൽ 2 കുറഞ്ഞിട്ടുള്ളത്. ഈ 2 സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ കൃത്യമായ കണക്കുകളുടെയും വിവരങ്ങളുടെയും പിന്തുണയില്ലാതെയാണ് കേന്ദ്രമന്ത്രി പ്രസ്താവന നടത്തിയതെന്ന് പറയേണ്ടി വരും. ഈ വിഷയം പരിശോധിക്കാൻ സുതാര്യവും ഏറ്റവും പുതിയതും കൃത്യവും വ്യക്തവുമായ കണക്കുകൾ രാജ്യത്ത് നിലവിലില്ല എന്നതാണ് വാസ്തവം. നേപ്പാൾ, ബംഗ്ലാദേശ് എന്നിവയുമായുള്ള അന്താരാഷ്ട്ര അതിർത്തികളിലെ ജില്ലകളിൽ ജനസംഖ്യാപരമായ മാറ്റങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തി ഉത്തർപ്രദേശിലെയും അസമിലെയും പോലീസ് ഉദ്യോഗസ്ഥർ 2021-ലെ വാർഷിക ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് കോൺഫറൻസിൽ ഒരു ഗവേഷണം അവതരിപ്പിച്ചിരുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ജനസംഖ്യാ വർധനയാണ് ഇവിടെ പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടിയിരുന്നത്. 2011-നും 2021-നും ഇടയിൽ ബംഗ്ലാദേശ് അതിർത്തിയുടെ 10 കിലോമീറ്ററിനുള്ളിൽ ജനസംഖ്യയിലെ ദശാബ്ദ വളർച്ച 31.45%. മസ്ജിദുകളുടെയും സെമിനാറുകളുടെയും എണ്ണത്തിലുണ്ടായ വർധനയും ഈ പ്രദേശങ്ങളിലെ ജനസംഖ്യയിലെ ഉയർന്ന ദശാബ്ദ വളർച്ചയും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതിർത്തി ജില്ലകളിലെ മുസ്ലിം ജനസംഖ്യയെക്കുറിച്ചും അന്ന് കണക്കുകൾ വെച്ചിരുന്നു. വിഷയത്തെക്കുറിച്ച് ഉന്നതാധികാര സമിതി പഠനം നടത്തുകയാണെങ്കിൽ തന്നെ പഠനത്തിന്റെ ഫോക്കസ് പോയിന്റ് ഏതായിരിക്കുമെന്നതും ചർച്ച ചെയ്യേണ്ടതാണ്. നേരത്തെ പൊതുവേദികളിലടക്കം ജനസംഖ്യാ വർധനവ് സംബന്ധിച്ച് പഠനം നടത്തണമെന്ന് RSS നേതാക്കൾ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിന് പരോക്ഷ സാധുത നൽകുന്ന പ്രഖ്യാപനം ഇടക്കാല ബജറ്റ് സമ്മേളനത്തിൽ ഉണ്ടാകുന്നത്. ജനസംഖ്യാ വർധനവിനോടൊപ്പം ഉണ്ടാകുന്ന തൊഴിൽ ക്ഷാമം, സാമൂഹിക സുരക്ഷ, ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണവും ജോലിയുടെ യന്ത്രവൽക്കരണവും മൂലം പൗരന്മാർ നേരിടുന്ന വെല്ലുവിളികൾ, ഇത്തരം പ്രശ്നങ്ങളെ സമിതിക്ക് അഭിസംബോധന ചെയ്യാനായാൽ മാത്രമേ നിർണായകമായ രീതിയിൽ ഇടപെടാൻ കമ്മിറ്റിക്ക് ആവുകയുള്ളൂ.